ഓണം സ്പെഷ്യൽ എന്ന് പറയാൻ നമുക്ക് ഈ വർഷം അമ്മ മരിച്ചുകൊണ്ട് ഓണോ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ അതേ കൊച്ചിന് ഇച്ചിരി പാലപ്പവും ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് ഇച്ചിരി ചിക്കൻ സ്റ്റൂ ആക്കി അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓണമല്ലേ, നേരെ ആൻറ്റിയുടെ വീട്ടിലോട്ടാണ്. ആൻറ്റി പറഞ്ഞിട്ടുള്ള ഓണം ഇല്ലാത്തതുകൊണ്ട് അവിടെ വന്ന് കഴിക്കണം. അപ്പോൾ ആൻറ്റിയുടെ അനിയൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇന്നത്തെ ഓണത്തിൻ്റെ സദ്യ കേട്ടോ, വൈകിട്ട് ആൻറ്റിയുടെ വീട്ടിലും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേ രാവിലെ ഞങ്ങൾ രണ്ടുപേരുടെ പാലപ്പവും ചിക്കൻ സ്റ്റൂവും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റൂ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പം എന്നാൽ ഇന്നൊരു ചെറിയൊരു മൂഡില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. കൊച്ചിനെ കൊണ്ട് ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകണേ. അപ്പം ഞാൻ പറഞ്ഞ ആൻറ്റിയുടെ അനിയൻ്റെ വീട്ടിലാണ് ഉച്ചക്കത്തെ ഓണം. വൈകുന്നേരം ആൻറ്റിയുടെ വീട്ടിൽ. അപ്പം അവളെ കൊണ്ട് രാവിലെ ഉണ്ട്. അപ്പം പിള്ളേരുടെ ചെറിയ അത്തപ്പൂക്കളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇത് പുതിയ ഉടുപ്പാണ്. ഞാൻ ഓണക്കോടി എടുത്തല്ലോ, നമ്മൾ പട്ടുപാവാട എടുത്തായിരുന്നു. ആൻറ്റി പറഞ്ഞാൽ പിള്ളേരെല്ലാം അപ്പം എന്നോട് പറഞ്ഞാൽ ഓണത്തിന് നേറ്റി ഇടുന്ന പറഞ്ഞാൽ എടുക്കണം, പിള്ളേരെല്ലാം പുതിയ ഇടുന്നെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നലെ ഞാൻ പെട്ടെന്ന് പോയി എടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് ആൻറ്റിയുടെ വീട്ടിൽ വിടാം. കൊച്ചിനെ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഒരു ഗുളിയെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് സദ്യ കൊണ്ടാൻ വേണ്ടി പോവാണ്. എൻ്റെ വീടൊക്കെ എത്താറായി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പിള്ളേരെല്ലാം കൂടി അടിപൊളി ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കൊച്ചു നല്ല ആദ്യം പായസം കുടിച്ചോണ്ടിരിപ്പുണ്ട്. അവള് പിള്ളേർ സെറ്റ് എല്ലാവരുടെ പായസം കൂടിയാണ്. ആൻറ്റി പള്ളിയിൽ നിന്നോ വാങ്ങിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ശകലം പായസമൊക്കെ കുടിച്ചിട്ട് ഇനി ഉച്ചക്കത്തെ സദ്യക്കുള്ള വെയിറ്റിംഗിലാണ്. അത് കഴിഞ്ഞ് പിള്ളേർ നല്ല ഇവിടെ ആഘോഷം, പാട്ടൊക്കെ ഇട്ട് ഭയങ്കര തുള്ളലും പരിപാടികളൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി മുതിർന്നവരുടെ ആഘോഷങ്ങളും ആ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നു. പിന്നെ പിള്ളേർക്കല്ലാതെ സദ്യ കൊടുക്കാനുള്ള പരിപാടിയിൽ പിള്ളേരെല്ലാം ഇരുന്നു. അവർക്കെല്ലാം ആദ്യം കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ട കറികളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം കൂടിയിരുന്ന് കഴിക്കുന്നതാണല്ലോ പിള്ളേർക്ക് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മുടെ പെങ്കൊച്ചിൻ്റെ ആദ്യത്തെ ഓണം കേട്ടോ. അവളും ഓണം ആഘോഷിക്കാൻ വേണ്ടി ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. പിന്നെ രസമുള്ള എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും. ഞാൻ പറഞ്ഞില്ല പലപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പല സന്ദർഭങ്ങളിൽ കൂടുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ ഓണസദ്യ ആരംഭിച്ച് അങ്ങനെ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങളുടെ ഓണസദ്യയാണ്, മുതിർന്നവരുടെ ഓണസദ്യയാണ്. പിള്ളേരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ പിള്ളേർ കഴിക്കാൻ തുടങ്ങിയ പിന്നെ താമസമാണല്ലോ, എല്ലാ കറിയും കൂട്ടത്തില്ല. ഞങ്ങളേതൊക്കെ സേറയൊക്കെ ശകലമൊക്കെ ഞുള്ളിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. അവയിലും പരിപ്പും പപ്പടം മാത്രമേ കണ്ട് കഴിച്ചുള്ളൂ. അതിലേക്ക് അനിയങ്കോട്ടം കറങ്ങാനൊക്കെ പോയിട്ട് അനിയങ്കോട്ടം വന്നു. ഇനിയിപ്പം ഓണാഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് കിടക്കാൻ പോകട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. എല്ലാവരോടും കൂടിയിരുന്ന് ഇങ്ങനെ കഥ പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ആണുങ്ങളാണ് ആദ്യം കഴിക്കുന്നത്, സ്ത്രീജനങ്ങൾ ഇതിന് ശേഷമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളും ആഹാരമൊക്കെ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഞങ്ങളെല്ലാം തന്നെ വിളമ്പുന്നു കേട്ടോ. നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ട് വിളമ്പിക്കുന്നു എന്നൊന്നുമില്ല. അവരപ്പുറം ഇരിപ്പുണ്ട്, അവർ വർത്തമാനം പറയുന്നത് ഞങ്ങൾ തന്നെ വിളമ്പി കഴിക്കുന്നു. അങ്ങനെ ഈ കൊല്ലത്തെ ഉച്ചക്കത്തെ ഓണസദ്യ ഒക്കെ ഏകദേശം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ ഇനിയിപ്പം സ്ത്രീജനങ്ങളോട് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത പിള്ളേരെല്ലാം കൂടെ കൂടി ഓണക്കളികൾ ഓണപ്പരിപാടികളൊക്കെ കേട്ടോ. അളിയനും ചേച്ചിയൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞു. അറിയത്തില്ല അവരുടെ കാര്യമായതുകൊണ്ട് ഇനി വൈകുന്നേരം ആകുമെന്ന് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ 3 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ ആൾക്കാർ 5:30 ആയപ്പോഴാണ് വന്നത്. മഴയാണ് കേട്ടോ. ഇപ്രാവശ്യം ഓണത്തിന് മൊത്തം മഴയായിരുന്നു. അവരോട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം പിള്ളേരെല്ലാം കൂടെ ഓണാവും. ഇനിയിപ്പം കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങുവേ. കളി തുടങ്ങിക്കഴിഞ്ഞു. പിള്ളേരോട് കുളങ്കര കളിക്കുക, കുളങ്കര. അത് രസമാണ്, പിള്ളേരോട് കളിക്കുന്നതന്നെ കാണുമ്പോൾ രസമാണല്ലോ. അങ്ങനെ പിള്ളേരുടെ കുളങ്കര തുടങ്ങി. ഉണ്ണി പോയോ വാ ഉണ്ണി. ഇനിയിപ്പോൾ പിള്ളേരുടെ നിർബന്ധത്തിന് ഞങ്ങൾ മുതിർന്നവരുടെ കുളങ്കരയാണ്. എല്ലാവരും ചെറിയ രീതിയിൽ ആടി ഉടഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനൊഴിയാ കേട്ടോ. എല്ലാവരും ആടി ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട്, എല്ലാവരും ചാടുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഒന്നാമത് ഇങ്ങനെ പറ്റിക്കാനൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആരും അതിൽ വീഴുന്നില്ല. പക്ഷെ അവരാണ് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം ഔട്ടായത്. അങ്ങനെ ഞങ്ങളുടെ കുളങ്കരയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് രസമാണല്ലോ പിള്ളേരുടെ കൂടെ കൂടുക എന്നുള്ളത്. ഒരു ചിരിയാണല്ലോ, ചിരി രസവും തമാശയാണല്ലോ ഒരു ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സന്ധ്യയായി. പിന്നെ പാട്ടും ബഹളവും ഒക്കെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര എനർജി ആയിട്ട് തകർത്താടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ പിള്ളേരുടെ അത്ര എനർജി ഞങ്ങൾക്ക് മുതിർന്നവർക്കില്ല. മുതിർന്നവർക്ക് എനിക്കില്ലെന്ന് വേണം തന്നെ പറയാം കേട്ടോ. അങ്ങനെ പിള്ളേരുടെ ഡാൻസും പരിപാടികളും അവന്മാരുടെ ഓരോ സ്റ്റൈലും ഒക്കെ കണ്ടോ. അങ്ങനെ ഈ കൊല്ലത്തെ ഓണം ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് ഉറങ്ങാനുള്ള സമയമൊക്കെ ആയെന്ന് ഏകദേശം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവളെയും കൂടെ പിടിച്ചിരുത്തി ആൻറ്റിയുടെ വീട്ടിൽ നിന്നുള്ള സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് ഇവർക്ക് ഉറക്കം വരുന്നത് പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വരുന്നതുകൊണ്ടേ. അപ്പം ഒന്നും ഉറക്കം വരുമ്പോഴത്തേക്കും കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിപ്പിക്കുക. അല്ല പിന്നെ അവൾ ആഹാരം ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഞാനും അവളോട് ഇരുന്ന്
സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക. കഴിച്ചിട്ട് ഇനിയിപ്പം ഇവിടുത്തെ ഇനി ആഘോഷങ്ങളിലൊക്കെ ഒന്ന് കൂടിയിട്ട് വേണം പോകാൻ വേണ്ടേ. അവളെ എപ്പോൾ ഉറക്കം വരുന്നു പറഞ്ഞ് അന്നേരം പോവാ. അതെ ഇവിടുത്തെ ഏറ്റവും ചെറിയ ഇതിന്റെ ഓണാഘോഷം, അവളെ ആ ആഘോഷങ്ങളും അവളെ ആ പാട്ട് കേട്ടുള്ള അവളെ ആഘോഷം കണ്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ് കേട്ടോ. നല്ല അടിപൊളി വൈബാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ആഘോഷിച്ച് അടിപൊളി ഒരു ഓണമായിരുന്നു കേട്ടോ. അടിപൊളി ഒരു ഓണം. ഞങ്ങൾക്ക് ഓണം ഇല്ലേലും വലിയ ആഘോഷങ്ങൾ ഇല്ലേലും ഇവിടെ എപ്പം എന്ത് പരിപാടി എന്നാലും അതൊരു രസവും അതൊരു ആഘോഷവും തന്നെ കേട്ടോ. അങ്ങനെ ഓണപ്പരിപാടികളും ഓണാഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വീട്ടിൽ പോരാനുള്ള പരിപാടിയിലാണ്. പിന്നെ 8:30 എന്നാൽ പിന്നെ ഞാനും കൊച്ചുകൂടെ തിരിച്ചു പോകുന്നതൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ പോരാനുള്ള പരിപാടിയിലാണ്. അല്ലെ അവൾ പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഞാനും കൊച്ചും കൂടെ 8:30 ആയപ്പോഴത്തേക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ 2026 ഓണവും ഓണാഘോഷങ്ങളും അവസാനിച്ചു.